Hey guys, welcome back to Big Dogs. Guys, ഇന്നത്തെ വീഡിയോയിൽ റിവേഴ്സ് ഷട്ടൗട്ട്സ് ചാലഞ്ച്. ഡം ഷട്ടൗട്ട്സ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇത് വേറെ, ഇത് റിവേഴ്സ് ഷട്ടൗട്ട്സ്. അതാണ് കളി. ഡം ഷട്ടൗട്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ആക്കിക്കൊണ്ട് നമ്മള് റിവേഴ്സിൽ ആംഗ്യം കാണിക്കണം. അങ്ങനെയൊന്നല്ല ഗൈസ്. ഓക്കെ, ഇത് കളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കൊമ്പനാണ് ഫസ്റ്റ് റൗണ്ടിൽ മത്സരിക്കാൻ പോണെങ്കിൽ, സോ ഒരു ബൗളിൽ കുറെ പേപ്പറിൽ കുറെ സബ്ജക്ട് ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ നിന്ന് കൊമ്പനെ ഒരെണ്ണം ചൂസ് ചെയ്യണം, എടുക്കണം. എന്നിട്ട് അതിപ്പോ ലൈക്ക് ഫിഷിംഗ് ആണ്, മീൻപിടുത്താണ് വിചാരിക്കാം. അപ്പോ ആ സബ്ജക്ട് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്, പക്ഷെ നീ അത് അറിയാതെ പറയണം, മനസ്സിലായോ? അതായത് നിനക്ക് പേപ്പർ ഇട്ട് വിചാരിക്കാം, ഡയറക്റ്റ് പറയാൻ പറ്റില്ല. നീ കൈ ബാക്കിലോട്ട് കെട്ടുക, എന്നിട്ട് നിന്റെ ഓപ്പണന്റ് കളിക്കുന്ന ആളുണ്ടാവുമല്ലോ, ആ കളിക്കുന്ന ആളോട് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിനക്ക് പറയാൻ പറ്റും. ലൈക്ക് ഇപ്പൊ ഫിഷ് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ചൂണ്ടിട്ട് പിടിക്കുന്നത്, വലട്ട് കൂടി അപ്പൊ അങ്ങനെ മനസ്സിലായില്ലേ? അപ്പൊ നിന്റെ ഓപ്പണന്റ് അത് അതിനനുസരിച്ച് ആക്ഷൻസ് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലാക്കി ആ സാധനം എന്താന്ന് കിട്ടണം. എന്തായാലും ഗൈസ് ഓക്കെ, നമ്മൾ 4 പേര് മത്സരിക്കുന്നുണ്ട്. KMC Koban, Rashik DB and Admin BCB and Dominator X ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാലഞ്ചിൽ ഇറങ്ങാം. അപ്പൊ എന്തായാലും ബൗള് വെയിറ്റിംഗ് ആണ്, കുറെ പേപ്പേഴ്സ്, കുറെ സബ്ജക്ട് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ചാലഞ്ചിലേക്ക് പോകുന്നതിന് നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. അപ്പൊ എന്തായാലും ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എന്തായാലും ബൗള് കിട്ടിയിട്ടുണ്ടായാലും കുറെ സബ്ജക്ട് ഉണ്ട്. ഐശ്വര്യ എടുത്തോ ഗൈസ്. അപ്പൊ എന്തായാലും കൊമ്പനെ സബ്ജക്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം ഓപ്പണന്റ് ആരാണ്? ഗൈസ്. അപ്പൊ ഫസ്റ്റ് ഓപ്പണന്റ് പറയുന്നത് നമ്മുടെ ഡോം ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിങ്ങനെ ഷഫിൾ ചെയ്ത് വരും. എപ്പോഴും ഓപ്പണന്റ് സെയിം ആയിരിക്കത്തില്ല, ഷഫിൾ ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഒരു റൗണ്ട് തീരുമ്പോൾ കളി എങ്ങനെയാണ് ഫുള്ളി നിങ്ങൾക്ക് ക്ലിയർ ആകും ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ കളിച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ കൊമ്പൻ കൈ ബാക്കിലോട്ട് വെക്കുക, സംസാരത്തിൽ കറക്റ്റ് കൂടുതൽ സാധനങ്ങൾ പറയാതെ പറയണം, മനസ്സിലായില്ലേ? ഓക്കെ, കൈ ചുരുട്ടി പിടിക്കുക, കൈ ചുരുട്ടി നടുക്ക് ഓട്ട വെക്കുക, മറ്റേ കൈ കൊണ്ട് മോളിന്ന് താഴേക്ക്, മറ്റേ കൈ വെറുതെ ചുമ്മാ പിടിക്കുക, തുറന്നു പിടിക്കുക, മറ്റേ കൈ തുറന്നു പിടിക്കുക, തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ കൂട്ടി പിടിക്കുക. ആ കൈ താഴെ വെച്ച ആ കൈ ചെരിച്ചു പിടിക്കേ, താഴേക്ക് വലിക്കേ. അതിന്റെ അകത്തൊരു സാധനം ഉണ്ട്, നീട്ടമുള്ള സാധനമാണ്. നീട്ടമുള്ള സാധനം പൊക്കി പിടിക്കേ, മറ്റേ കൈ കുറച്ച് താത്തി പിടിക്കേ. അവിടെ തൊലിച്ചെടുക്കണോ? പഴം ഞാനടുത്ത് ഇത് ഇങ്ങനെ പിടിച്ചിട്ട് പഴം തൊലിക്കലായിരുന്നല്ലേ? എന്താണ് തൊലിച്ചെന്ന് തൊലിക്കാന്ന് പറയാൻ പാടില്ല. ഒരു സൈഡിൽ നിന്ന് മുകളിൽ താഴേക്ക്, ഒരു സൈഡിൽ നിന്ന് മുകളിൽ താഴോട്ടേക്ക്, അങ്ങനെയാണ് പറയാം. മനസ്സിലായോ? ഇപ്പൊ കളി ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇനി കളികൾ മറിയും. ഞാൻ നോക്കാം. ഇതിലാരാ ഓപ്പണന്റ്? ഓക്കെ, അഡ്മിൻ BCB. ഒരു കൈ ഉപയോഗിച്ച് അത് എടുക്കുന്നു, മറ്റേ കൈ ഉപയോഗിച്ച് അത് അമർത്തുന്നു, അതിലേക്ക് അമർത്തുന്നു. മറ്റേ കൈ ഉപയോഗിച്ച് ഒരു സാധനം എടുത്ത് മറ്റേ കൈ ഉപയോഗിച്ച് ആ സാധനം എടുത്ത് ആദ്യം എടുത്ത സാധനത്തിലോട്ട് അമർത്തുന്നു, സാധനത്തിലേക്ക് അമർത്തുന്നു. വലത്തെ കൈ ഉപയോഗിച്ച് റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് എടുക്കുന്നു, ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് വേറൊരു സാധനം എടുത്ത് റൈറ്റ് ഹാൻഡിലെ സാധനത്തിലേക്ക് അമർത്തി ആക്കുന്നു. റൈറ്റ് ഹാൻഡിലെ സാധനത്തിലേക്ക് റൈറ്റ് ഹാൻഡിലെ സാധനം വെച്ച് വെച്ച് മുഖത്തേക്ക് വെക്കുന്നു. എന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനുശേഷം മുകളിലേക്കും താഴോട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിനക്ക് മനസ്സിലായി? അവന് മനസ്സിലായി. നീ ഒന്നും കൂടി ആലോചിച്ചു, അല്ല ഒരു പ്രവൃത്തി ഒന്നും കൂടെ. അതായത് വലത്തെ കൈ ഉപയോഗിച്ച് ആ സാധനം എടുത്തു, ഇടത്തെ കൈ ഉപയോഗിച്ച് വേറൊരു സാധനം എടുത്തു. ആ സാധനത്തിനുള്ളിലുള്ള സാധനം അമർത്തിക്കൊണ്ട് ഈ സാധനത്തിലേക്ക് ആക്കി. വലത്തെ കയ്യിലെ സാധനത്തിലേക്ക് ആക്കി. ഇനി വലത്തെ കയ്യിലെ സാധനം ഉപയോഗിച്ചുകൊണ്ട് മുഖത്തെ ഒരു ഭാഗത്തില് വെച്ച് സൈഡിലോട്ടും ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നു. അല്ല, റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ആക്കുന്നു. അതുപോലെ തന്നെ മുകളിലോട്ട് താഴോട്ടും, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ആക്കും, മുഖത്തോട്ടും മുകളിലേക്ക് താഴേക്ക് ആക്കുന്നു. ഫേസിലെ ഒരു അവയവത്തിൽ
ഒരു ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മുകളിലോട്ട് താഴോട്ടൊക്കെ ആക്കുന്നു. നാക്ക് സ്ക്രബ്ബറാണ്. വലത്തെ കൈ വെച്ച് ഒരു സാധനം എടുത്തു. ഇനി ഇടത്തെ കൈ ഉപയോഗിച്ച് വേറെ സാധനം എടുത്തു. ആ സാധനത്തിന്റെ ഉള്ളിലെ ഒരു സാധനം വലത്തെ കൈയിലെ സാധനത്തിലേക്ക് അമർത്തി അതിലേക്ക് ആക്കുന്നു. എന്നിട്ട് വലത്തെ കയ്യിലെ സാധനത്തില് ഒരു സാധനം ആയി അതിന് മുകളിൽ കൂടെ. ആ സാധനം ഉപയോഗിച്ച് നമ്മുടെ മുഖത്തിലെ ഒരു അവയവത്തിൽ വെച്ച് ടച്ച് ചെയ്ത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അതുപോലെ തന്നെ മുകളിൽ നിന്നും താഴോട്ടൊക്കെ ആക്കും. ബ്രഷ് ചെയ്യാ മനസ്സിലായില്ലേ? അമർത്തി ഇങ്ങനെയാണ് അമർത്തുന്നത്. വലത്തെ കയ്യിലെ സാധനത്തിലേക്ക് അമർത്തി അത് വെച്ച് ഇങ്ങനെ മുകളിലേക്ക് താഴ്ത്തിക്കോ. കൊമ്പനാണ് നിന്റെ ഓപ്പണന്റ്. സിമ്പിൾ. കൈ ചുരുട്ടി പിടിക്കേ, നേരെയാക്ക് വേറെ രീതിയിൽ. ഒന്നുകൂടി അങ്ങനെയല്ല, പഞ്ച് ചെയ്യുന്ന ഞാൻ നേരെയാക്കേ. ഓക്കെ, അതിപ്പോ ഒരു സാധനമാണ്, അതിനകത്തൊരു സാധനമുണ്ട്, അത് താഴത്തേക്ക് അയക്കേ. അങ്ങനെയല്ല, അന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആദ്യം താഴത്തേക്ക് കൊണ്ടുവരുമ്പോ അത് ചരിക്കണം, പൊക്കത്തോട്ടാക്കിയിട്ട് ഊതണം. എടാ മനസ്സിലായോ? താഴത്തേക്ക് ഇതിയുമ്പോ ഇത് ചെയ്തിട്ട് പൊക്കത്തേക്ക് ആക്കിയിട്ട് ഊതണം. അടുത്തോട്ട് ഊതണം. അടുത്തേക്ക് ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുകൊണ്ട് ഊതണം. അല്ലല്ല, വായുടെ അടുത്തേക്ക് വരുമ്പോ ഊതണം. അല്ലല്ല, പിള്ളേരെ കളിക്കുന്ന അങ്ങനെ പൊക്കത്തേക്ക് ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടു എന്നിട്ട് ഊത്. ബ്ലോയിങ് ബബിൾസ്. അപ്പൊ അടുത്തത് ഡോം എടുത്തിട്ടുണ്ട്. അടുത്ത ഞാനല്ല പറയണ്ട്. വലത്തെ കൈ പിടിച്ചു പിടിക്കാനാ ചുരുട്ടി പിടിക്കുക, മറ്റേ കൈയും ചുരുട്ടി പിടിക്കുക. അത് കുറച്ച് ബാക്കിലോട്ട് ലെഫ്റ്റ് കൈ, എന്നിട്ട് ഒരു വേവ് പോലെ ഇങ്ങനെ അങ്ങനെ പോട്ടെ. അപ്പൊ നിന്റെ അതേ സമയം തന്നെ നിന്റെ ബോഡിയും ചെറുതായിട്ട് പൊങ്ങിയും താന്നും പോകും. കുതിരന്റെ മുകളിൽ കുതിര ഓടണോ? കുതിര ഓടിക്കുന്നേ. അപ്പൊ ഹോഴ്സ് റൈഡിങ് ആണ് അത് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്തത് ആരെടുക്കണ്ട്? നേരെ കിടക്ക, കൈ രണ്ടും കൂപ്പി പിടി, നേരെ പിടി. ഇപ്പൊ കിടക്കാണ്. എന്നിട്ട് നീ കിടക്കുക, എന്നിട്ട് നീ തല നേരെ പൊക്കണം. സ്വിമ്മിങ് ആണോ? കൈ നേരെ പൊക്കണം. പൊക്ക് അല്ല, കിടന്ന് അല്ല അതല്ല കേട്ടോ. കൈ നേരെ തലക്ക് പൊക്കത്തേക്ക് കൂപ്പി പിടിക്കുക. ഇങ്ങനെ ഒറ്റ കാലിൽ നിക്ക, സന്യസിക്കുന്നു. കൈ നേരെ കൂപ്പി പിടിച്ച് ഒറ്റ കാലിൽ നിക്ക, സാധനം ചെയ്തു. എന്നിട്ട് പ്രാർത്ഥിക്കുക. നേരെ യോഗയാണ്. സന്യസിക്കാതെ കഴിയോ? പെട്ടെന്ന് മറ്റേ പ്രയറിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒറ്റക്കാലിൽ നിന്നിട്ടല്ലേ പ്രയർ ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനെടുത്ത് ഞാൻ ഡോമിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഫ്രണ്ടിൽ ആ സാധനം ഇരിക്കുന്നുണ്ട്. നിന്റെ വലത്തെ കൈ ഉപയോഗിച്ച് ആ സാധനം അങ്ങ് തുറന്ന് ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ ആ സാധനം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഇങ്ങനെ തുറന്ന് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ആ സാധനം ഇങ്ങനെ പിടിക്കാം. ഒരു കൈയും കൊണ്ട് പിടിച്ചിട്ട് ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ തുറക്കുക. അങ്ങനെ തുറന്ന് ഇനി അതേപോലെ ഇടത്തേക്ക് അതവിടെ തന്നെ വെച്ചോ. ഇടത്തെ കൈ ഉപയോഗിച്ച് പിടിച്ചിട്ട് അതേപോലെ ലെഫ്റ്റിലോട്ട് ആർച്ച് ഷേപ്പിൽ തുറന്ന് എന്നിട്ട് നേരെ ആ സാധനം ഇങ്ങനെ പിടിച്ചോ അങ്ങനെ പിടിച്ച് അമർത്തി പിടിക്കും. അങ്ങനെ പിടിച്ചാ അങ്ങനെ പിടിച്ച് അങ്ങനെ തിരിച്ചു പിടിക്കും. അങ്ങനല്ല, ലെഫ്റ്റിലോട്ട് അങ്ങനെ. ഓക്കെ, ഞങ്ങൾ തുറന്ന് പിടിച്ച് എനിക്ക് കാര്യം കിട്ടി. അല്ലെങ്കിൽ അത് വിട്. ഓക്കെ, അത് വിട്ട് ആ സംഭവം തന്നെ പ്രക്രിയ തന്നെയാണ്. ഞാൻ ഒരു സന്ദർഭം വിവരിക്കാം. നീ ഇങ്ങനെ നിന്റെ കൈ ഉപയോഗിച്ച് ഈ നിന്റെ കൈ ഒരു ചൂണ്ടുവിരൽ ഉപയോഗിച്ച് വിരൽ ഉപയോഗിച്ച് നിന്റെ കണ്ണില് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. ചൂണ്ടുവിരലെടുത്തോ ആക്കി. അതേപോലെ മറ്റേ കൈ ഇടത്തെ കൈ ഉപയോഗിച്ചിട്ട് വീണ്ടും ആക്കി. ഓക്കെ, അതിനുശേഷം നീ നിന്റെ കൈ നിവർത്തി പിടിച്ചിട്ട് നിന്റെ വാ തുറന്നിട്ട് അങ്ങനെ വായിലിങ്ങനെ അടിച്ച് 2-3 അടിക്ക്. ഓക്കെ, എന്നിട്ട് നീ നിന്റെ രണ്ട് കൈ നീട്ടി പിടിക്കും. എന്നിട്ട് രണ്ടും കൂടി കൂട്ടി പിടിച്ച അങ്ങനെയൊക്കെ വിരലിന്റെ ഇടയിലിട്ടിട്ട് അങ്ങനെ പിടിച്ച എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചേ അങ്ങനെ മടക്കി ഇങ്ങോട്ട് മടക്കിക്കേ. അങ്ങനെ വെട്ടി
അതന്നെ അതന്നെ അതെ അതെ. എന്നിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന സാധനം ഒന്ന് കൈ കൊണ്ട് എടുത്ത് ഒന്ന് കുടഞ്ഞ് അത് നേരത്തെ ചെയ്ത പോലെ ഒരു 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 അറ്റം പിടിച്ച് ആ സാധനത്തിന്റെ ഒരു അറ്റം പിടിച്ചിട്ട് ആർത്ത് ഷേപ്പിൽ ഇങ്ങനെയല്ല പിടിക്കുന്നുണ്ട്. ഇങ്ങനെയല്ല, രണ്ട് വിരലും ചൂണ്ടുവിരലും തള്ളവിരലും മാത്രം യൂസ് ചെയ്താൽ മതി. തുറന്നപ്പോ അതിൽ കുറെ സാധനങ്ങളുണ്ട്. തോറ്റ ന്യൂസ് പേപ്പർ വായിക്കുന്നത് എനിക്ക് പോളാവണത് ഇതിൽ നല്ല പരിപാടി എങ്ങനെ പറഞ്ഞു കൊടുക്കാനാ? രാവിലെ സന്ദർഭം ഞാനൊരു എയർപോർട്ട്സ് ആയിരിക്കും. എയർപോർട്ട്സ് തുറന്നിട്ട് ഇങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല. ഇയാൾ രാവിലെ എണീറ്റ് അതായിട്ട് ചെവി വെക്കുന്നത്. എന്നെ അതിന്റെ ഫേസിലായിരിക്കും. ഫേസിലാണ് ആ സാധനം മനസ്സിലായല്ലോ അല്ലേ? ആ സാധനം മനസ്സിലായി പറഞ്ഞു നോക്കണോ പറഞ്ഞങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഇങ്ങനെ പറഞ്ഞല്ല പറഞ്ഞല്ല ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നേ പറഞ്ഞാൽ ചെയ്യിപ്പിക്കണം. നീ എക്സ്പ്രഷൻ കാണിക്കുക, ആക്ഷൻ കാണിക്കുക. വാ വിളി. കണ്ണ് ചെറുതായിട്ടൊന്ന് അടച്ചേ. ചെറുതായിട്ടല്ല ചെറുതായിട്ട് നല്ല അടക്കണം. ചെറുതായിട്ട് അടച്ച്. ഇനി ബാക്കിലേക്ക് ഇങ്ങനെ അയക്കേ. ഇതിങ്ങനെ ബാക്കിലേക്ക് ചെറുതായിട്ടൊന്ന് തല അടിക്കുക. അത് ഒറ്റടി തല താഴത്തേക്ക് അടക്കി വാടക്കി തുമ്മുന്നാണോ? ഫ്രണ്ടിലൊരു വസ്തു ഉണ്ട് വിചാരിക്കാം. വാ വിളിക്ക്. ആ സാധനത്തിന്റെ അടുത്തോട്ട് തല കൊണ്ടുവന്നിട്ട് ചുണ്ട് ഫ്രണ്ടിലോട്ട് കെട്ടിപ്പിടിക്കുക. എന്താണ് ഫുൾ ചുണ്ട് എങ്ങനെ കെട്ടിപ്പിടിക്കുന്നത്? കെട്ടിപ്പിടിക്കാന്ന് അത് നിങ്ങള് എന്നിട്ട് കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വരിക. എന്താന്ന് ഒരു വസ്തു വസ്തുവിനെയാണോ ഇങ്ങനെ ഒരു സാധനം പിടിക്ക്. ആ ചുണ്ടിന്റെ അടുത്തോട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ചുണ്ട് കയറ്റി പിടിച്ചിട്ട് ബാക്കോട്ട് ആ വസ്തുവിൽ മുട്ടൂല. മുട്ടിയ പ്രശ്ന. ഈ കയ്യിലിരിക്കുന്ന വസ്തു വേറൊരു വസ്തുവിന്റെ പൊക്കത്ത് വെക്കുകയും ചെയ്യാം. വ്യക്തമായില്ല. ഫ്ലോയിങ് ഔട്ട് കാൻഡില് അതിന്റെ അടിയില് മറ്റേ കൈ ചുറ്റി പിടിക്കേ. അത് നേരെ താഴത്തേക്ക് അടുത്ത കൈയാണോ വലത്തെ കൈയാണോ? ചിലര് വലത് കൈയായിരിക്കും, ചിലത് ഇടത് കൈയായിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ പിടിക്കാനോ? ഇങ്ങനെ പിടിക്കാനോ? അത് പിടിക്കാനോ? അടിയിലേക്ക് ഒരു നീട്ടുള്ളൊരു സാധനം ഉണ്ട്. ഇവിടുന്ന് താഴോട്ട് നീട്ടുള്ള സാധനം താഴെയല്ല, മുകളിലേക്കാണ് നീട്ടുള്ളത്. ഓക്കെ. മുകളിലേക്ക് താഴോട്ട് നീട്ടല്ല. 3-4 തവണ നമ്മള് നിലത്തൊക്കെ കുത്തും. അങ്ങനെ മുകളിലത്തെ അറ്റം നമ്മൾ നിലത്ത് കുത്തും. മുകളിലത്തെ അറ്റം നിലത്ത് കുത്തും. കിട്ടി. എനിക്ക് മുകളിലത്തെ അറ്റം നിലത്ത് കുത്തും. എനിക്ക് കിട്ടി. ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കുത്തുന്നോ? അല്ല, നിലത്ത് കുത്തി ഒരു 3-4 തവണ കുത്തിയിട്ടൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. വേറെ വ്യക്തമാണ് പറയാം. ഓക്കെ. ഒരു കൈ എടുക്കുക. ഒരു സാധനം ഉണ്ട്, ഒരു ഉണ്ട സാധനം കയ്യിലുണ്ട്. അത് ബാക്കിലേക്ക് കൈ ആക്കിയിട്ട് ഫ്രണ്ടിലേക്ക് കൈ ആക്കുമ്പോ ഇങ്ങനെ എറിയാനാണോ? അപ്പൊ മറ്റേ സംഭവമായിട്ട് യോജിപ്പിച്ച് നോക്കുക. എന്താണ്? ക്രിക്കറ്റ് ആണോ? ബാറ്റാണോ? ബാറ്റല്ല, ക്രിക്കറ്റ് ആണ്. ബോൾ എറിഞ്ഞു. ബാറ്റ്. ബാറ്റാണ് ഇപ്പൊ സംഭവം. രണ്ടുപേരുണ്ട്. ഓക്കെ ഓക്കെ. ബാറ്റ് പിടിച്ചാൽ ആളെ എന്ത് പറയും? ബാറ്റ്സ്മാൻ. അത്ര ഉള്ള ബാറ്റ്സ്മാൻ ആണോ? അത് ബാറ്റ്മാനോ? ബാറ്റ്മാനോ? ഓക്കെ. ഫ്രണ്ടില് ഒരു ജീവനുള്ളൊരു സാധനമുണ്ട്. ആ ജീവനുള്ള സാധനം എന്താന്ന് ഞാൻ പറയുന്നില്ല, അത് നീ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ. ആ ജീവനുള്ള സാധനത്തിൽ നിന്ന് ഒരു കയറ് നിന്റെ കയ്യിലുണ്ട്. മീൻ പിടിക്കുന്നതാണോ? കയറിട്ടാണോ പിടിക്കുന്നത്? ഇയാളെ കൈ. ആ ജീവനുള്ള സാധനത്തിൽ നിന്ന് കയറോ വള്ളിയോ നിന്റെ കയ്യിലുണ്ടാവും. കയ്യിലുണ്ടാവും. എന്നിട്ട് ആ ജീവനുള്ള സാധനം നടക്കും. പട്ടിയാ? നീ അതിന്റെ പിന്നാലെ നടക്കും. പട്ടീനെ കൊണ്ട് പോകണം. അതെ. ബാക്കി കേട്ടോ. ഒരു കൈ നേരെ അങ്ങ് പിടി. അല്ല, ആ കൈ, മറ്റേ കൈ. ഓക്കെ. ഇനി ആ കൈ എടു. ഈ കൈ എടുത്തിട്ട് കൈപ്പത്തി ഇല്ലേ, കൈപ്പത്തി, അത് നേരെ ഒറ്റ അടി അവനടിച്ച് അതിന്റെ ഇടയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, നോക്കി. അല്ല, സാധാരണ അങ്ങനെ അതെന്താണ്? സിമ്പിൾ അല്ലേ? കില്ലിംഗ് മോസ്കിറ്റോ. കൊതുവിനെ കൊല്ലുന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. 2 കൈ എടുക്കുക, 2 കൈയും കൂട്ടി പിടിക്കുക. അങ്ങനെയല്ല, ഒരു കൈ കൂട്ടി പിടിക്കുക, മറ്റേ കൈ ചുരുട്ടി പിടിച്ചേ. എന്നിട്ട് വലച്ച കൈ അടുത്ത കൈന്റെ പൊക്കത്ത് വെച്ചേ. പൊക്കത്ത് എന്നിട്ട് വലച്ച കൈ പൊക്കിയിട്ട് താത്തിക്ക്. റൈറ്റാ ലെഫ്റ്റ്? റൈറ്റ് പൊക്കി പൊക്കിട്ട് താത്തി. താത്തി അവിടെ തന്നെ പൊക്കിട്ട് താത്ത് അവിടെ തന്നെ. എന്നിട്ട്
ഇവര് പ്രവൃത്തി നടക്കുമ്പോ പൊക്കത്തൊരു പ്രവൃത്തി നടക്കും. പൊക്കത്തേക്ക് പോകുന്ന അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ അല്ലേ. അത് അപ്പൊ തന്നെ നടക്കുമോ? അതപ്പൊ തന്നെ നടക്കും. ആ ഒറ്റ വലത്തെ കഴിച്ചിട്ട് ആ വസ്തു ഫീൽ ചെയ്ത് പൊക്കത്തോട്ട് വയ്ക്കുക. വലത്തെ കൈ അല്ല റൈറ്റ് ഹാൻഡ് അങ്ങനെയല്ല. ഇടത്തെ കൈ ആ സാധനത്തിൽ പിടിച്ചിട്ടുണ്ട്. അത് വിട്ടാ പോയി ലെഫ്റ്റ് കൈ പിടിച്ചിട്ടുണ്ട്. അത് മനസ്സിലായല്ലോ എവിടെ ആ പട്ടം ഇങ്ങനെ എടുത്ത കൈ പിടിച്ചിട്ട് മനസ്സിലായോ? പൊക്കത്തോട്ട് ഫീൽ ഇപ്പൊ ഈ സംഭവം എന്താ ഷേപ്പ് ഇവിടം വരെ എത്തിയപ്പോ സ്ട്രെയിറ്റ് അല്ലേ, നേരെയല്ലേ? ആ ഇനി പൊക്കത്തെത്തിയപ്പോ തടഞ്ഞ്. ചിലവർക്ക് തടയും. ആ പിടിക്ക് ആ അതിന്റെ പൊക്കത്തെ സാധനം ഒറ്റ വലിയ മറ്റേ കയ്യിലോട്ടാക്ക്. ആ അപ്പൊ അടഞ്ഞ സാധനം. വലത്തെ കൈ വെച്ചിട്ട് പൊക്കത്തോട്ടാക്കിയാ തുറക്കും. ആ അംബ്രല കള്ളൻ. തം ഫിംഗറും ചൂണ്ട് ഫിംഗർ ചൂണ്ടുവരല് പോയിന്റ് ഫിംഗർ. ഓക്കെ, അതിന്റെ അകത്തൊരു സാധനം ഉണ്ട്. മുഖത്തിന്റെ മൂക്കിന്റെ താഴേക്ക് കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കേ. മുഖത്തിന്റെ താഴേക്ക് കൊണ്ടുവന്ന് റൈറ്റ് ലെഫ്റ്റ് വരയ്ക്കേ. വരയ്ക്കാലോ? ആ പോകാൻ നിർത്തി അപ്ലൈങ് ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് ആയിരിക്കുന്നതാണ്. ലിപ്സ്റ്റിക് ആയിരുന്നാ? നിന്റെ ഫ്രണ്ടില് ഒരു ജീവനുള്ള ഒരു ചെറിയൊരു സാധനമുണ്ട്. പൂച്ചയാണ്. അത് ഞാൻ ഇപ്പൊ പറയത്തില്ല. ജീവനുള്ള ചെറിയ സാധനമുണ്ട്. നിന്റെ 2 കൈ ഉപയോഗിച്ച് അതിനങ്ങ് എടുത്തു. ഇങ്ങനെയല്ല കൈ അങ്ങനെയല്ല. കൈ അങ്ങനെയല്ല. കൈ അങ്ങനെ എടുക്കുന്ന രീതി എങ്ങനെ വെച്ചാൽ കൈ നീട്ടി പിടിക്കുക, രണ്ടും തിരിച്ചു പിടിക്കുക. ആ അങ്ങനെ അങ്ങ് എടുത്ത് നിന്റെ നെഞ്ചത്തോട്ടങ്ങ് അടുപ്പിച്ചു. ഇനി ആ 2 കൈ വെച്ചിട്ട് ഇങ്ങനെ സ്വിങ് ചെയ്യുക. റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് സ്വിങ് ചെയ്യുക, ലെഫ്റ്റിലോട്ട് സ്വിങ് ചെയ്യുക. പൂച്ചനായിട്ട് പൂച്ചനെ ഉറക്കി. അത് പൂച്ച അതന്നെ പൂച്ചയാണ്. പൊട്ട മനുഷ്യന്മാരുടെ കാര്യം ആരുമല്ലേ പൂച്ച കുട്ടീനെ ഹോൾഡ് ചെയ്യുന്നത്, ബാബേനെ കളിപ്പിക്കുന്നത്. ഞാൻ പട്ടിന്ന് വിചാരിച്ചു. 2 കൈ ഫ്രീ ആയിട്ട് താഴത്തേക്ക് പിടി. താഴത്തേക്ക്. ആ ഓക്കെ. അത് ഒരു സൈഡ് അവിടെയും പിടി, ഒരു സൈഡ് ഇപ്പുറത്തും പിടി. അല്ല എണീറ്റിന്നേ. കിട്ടില്ല. ആണോ? എന്നാ എണീറ്റ് പോലെ നിന്നോ. അതൊന്ന് പിടിച്ചോ. കാലെ പിടിക്കണ? അത് കാലിലല്ല, ഒരു സാധനം അവിടെ ഉണ്ട്, അതില് പിടിച്ച് ആ സൈഡ് പിടി. ആ ഇനി കുറച്ച് ബലം പിടിച്ചേ. ഇത് നമ്മള് ഇത് ചെയ്യുന്നത്. അല്ലല്ല ബലം പിടിച്ച് പൊക്ക്. ആ ഡംബിൾ എടുത്ത്. അല്ല വേറെ ഡംബിൾസ് അല്ലെങ്കിൽ പിന്നെ മറ്റേ നീണ്ട വലിയ സാധനത്തിന് ജിമ്മിൽ പോകുന്നതാണല്ലോ പറ. വേറെ സാധനം ഉണ്ട്. നിങ്ങൾ ഒന്ന് കുത്തിക്ക്. ഒന്ന് വെറുതെ കുത്ത്. ഒന്ന് കുത്താനേ. ഒരു സാധനം ഫസ്റ്റ് കിട്ടിയോ? വെയിറ്റ്. ആ ഓക്കെ. ആ കുത്ത്. കുത്തുമ്പോ ഒരു സാധനം തുറന്ന് അതിൽ കയറി നിക്ക്. ലിഫ്റ്റ് ചെയ്യാ. ഒന്നുകൂടി ലിഫ്റ്റ്. 2 കൈയും വിടർത്തി പിടിക്കും. ഇനി മറ്റേ കൈയും കമത്തി. ഇനി മറ്റേ തള്ളവരിൽ ഈ തള്ളവരിൽ അടുപ്പിച്ചു. ആ ഇനി മറ്റേ 4 പേരിൽ ഈ 4 പേരിലും പൊക്കത്തോട്ടും താത്തോട്ടും കിളി പറന്നു പോണം. ഇതാണ് കിളി. പൊട്ടനാണ് നിങ്ങള്. പക്ഷി പരുന്താണ്. പൊട്ടനായിട്ട് അഭിനയിക്കാണ്. സ്പീഡിൽ പറഞ്ഞു. ദൈവമേ, എല്ലാ കിളികളും ഇങ്ങനെ തന്നെ നടക്കുന്നത്. എന്റെ ദൈവമേ, ആ കിളിന് വേറെ ലിങ്ക് ചെയ്യാൻ നോക്ക്. ഇതെല്ലാ കിളി പൊട്ട ഇങ്ങനെ തന്നെ പറക്കുന്ന എല്ലാ കിളി. കൂട്ടുകാരന്മാരെല്ലാരും മണ്ടന്മാരായി പോയല്ലോ. മറ്റേ കാണിക്ക്. എന്നിട്ട് ഇവന്റെ അടുത്തിട്ട് ഇവന്റെ പൂമ്പാറ്റേ പൂവിൽ വന്നിരുന്ന അല്ലല്ല ആ സാധനം പറന്നോണ്ടിരിക്കുന്നു വിചാരിച്ചോ. എന്നിട്ട് നീ ആ കൈപ്പറ്റി മാത്രം പിടി. അതിന്റെ അടുത്തോട്ട് കൊണ്ടുപോയി ഒറ്റ കൈ അല്ല തിരിച്ചുപിടി. കൈയെല്ലാം ഇവിടെ എടുത്ത എന്നിട്ട് അതിന്റെ അടുത്തോട്ട് കൊണ്ടോ കൊണ്ടിരുത്ത്. അടച്ചുപിടി. കിട്ടിയില്ലേ? പൂമ്പാറ്റനെ പിടിച്ച് അത്രയുള്ള കാക്ക, പരുന്ത്, ഹെലികോപ്റ്റർ. എങ്ങനെയാണ് ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ പറന്നു പോകുന്നത്? നീ ഇങ്ങനെ നിന്റെ കാലുകൾ ഉപയോഗിച്ച് നീ ഇങ്ങനെ ഒരു കാല് ട്രെഡ്മില്ലാണോ? ജിം അല്ല, ഒരു കാല് റൈറ്റ് ഹാൻഡ് റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുന്നു, ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വന്ന് അല്ല റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുന്നു, ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ വെക്കുന്നു. ഓക്കെ. അപ്പോ
അതേപോലെ വേറെ 2 കാലുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അതേപോലത്തെ 2 കാലുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. നിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇങ്ങോട്ട് നിന്റെ നേരെ വരുന്നു. സൈക്ലിംഗ് നീ കണ്ട് വരുന്ന സാധനത്തെ നീ കണ്ട്. ഓക്കെ, അപ്പൊ നീ പെട്ടെന്ന് ഓക്കെ നീ നിന്റെ വിരലുകൾ ഉപയോഗിച്ച് നിന്റെ കൈ അങ്ങോട്ട് നീട്ടി. അപ്പൊ അതേപോലെ ഇങ്ങോട്ട് നീട്ടി. നിന്നോ ഓക്കെ, ഇത് നീട്ടി കൈ നീട്ടി. അതേപോലെ അവിടെ നിന്ന് കൈ നീട്ടി. എന്നിട്ട് ആ 2 കൈയും കൂടെ മുകളിലോട്ട് താഴോട്ട് ഇങ്ങനെ ആക്കി. മുകളിലോട്ട് താഴോട്ട് ആ കൈയും ഷേക്ക് ഹാൻഡ്. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു റിവേഴ്സ് ഷെയർസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പൊ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിഡിലെ ചാനൽ നമ്മൾ വീണ്ടും വരുന്നെങ്കിൽ അതുവരെ